ഹായ് ഫ്രണ്ട്സ്, ഓഹരിപട്ടണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻസ് അല്ല. പകരം ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിന് നിങ്ങൾ നന്നായി പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച് അതിനെപ്പറ്റി നല്ലൊരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ ബൈ ചെയ്യാവുള്ളൂ. ഒരിക്കലും നമ്മളുടെ ഈ ഒരു ഓഹരിപട്ടണം ചാനലിലൂടെ നമ്മൾ ആ ഒരു സ്റ്റോക്കിന്റെ ബൈ റെക്കമെൻഡേഷൻസ് അല്ല തരുന്നത്. ഓക്കെ, അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സ്റ്റോക്കിന്റെ പേരാണ് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ്. ഇതതിന്റെ വീക്ക്ലി ചാർട്ടാണ്. അതായത് ഈ കാണുന്നത് അതിന്റെ വീക്ക്ലി ചാർട്ട്. ഓക്കെ, അതിനുള്ളിൽ ആഡ് ചെയ്തിരിക്കുന്ന മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 200 SMA ആണ്. നമുക്കറിയാം 200 SMAക്ക് മുകളിൽ നിൽക്കുന്ന സ്റ്റോക്ക് ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക അപ് ട്രെൻഡിലാണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഈ മാർക്കറ്റ് ക്രാഷ് ഏകദേശം 2018 നമുക്കറിയാം ജനുവരി തൊട്ട് ഇല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് ഈ കഴിഞ്ഞ ഒരു വർഷം വരെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ ക്രാഷ് വന്നു. ആ ഒരു സമയത്ത് ചെറിയൊരു കറക്ഷന് ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ വീക്കിലി 200 SMAയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുവാണ്, ഇല്ലെങ്കിൽ ഒരു റിവേഴ്സൽ മോഡിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്ക് മുമ്പത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ നടന്നു. പിന്നെ ഒരു 105 ഇല്ലെങ്കിൽ 110 ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഏകദേശം 220 ഏകദേശം ഒരു 100% റിട്ടേൺ തന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിട്ട് ഇല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു കറക്ഷൻ ഒരു റീട്രേസ്മെന്റ് തന്നിട്ട് ഏകദേശം 200 EMAയിൽ നമുക്കറിയാം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടുന്ന് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്കറിയാം ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതിനുശേഷം നമ്മളൊരു റാലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഒക്കെ ചെറിയ രീതിയിൽ റിക്കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം നമ്മൾ ഇതിന്റെ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 158 160 ലെവലിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഏകദേശം ഇതൊരു 125 130 ലെവലിൽ നമ്മളുടെ 200 EMAയിൽ വീക്ക്ലി ചാർട്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് റിട്ടേൺ വരുവാണ്. അപ്പം ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ലെവലിൽ അതായത് 158 160 റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴായിട്ട് വന്ന് അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് സ്റ്റോക്ക് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിനുശേഷം ഇപ്പോഴും ഡെയിലി ചാർട്ടിലും അത് അതിന്റെ 200 EMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു 160 ലെവൽ ബ്രേക്ക് ചെയ്യാൻ അതിനെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ, അതിന്റെ മുകളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിന് വേണ്ടിയിട്ട് ബൈങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്കും കൂടെ പറ്റുന്ന രീതിയിൽ പഠിച്ച് നിങ്ങൾക്കും കൂടെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പം ഈ ഷെയർ അല്ലെങ്കിൽ ഗബ്രിയൽ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ നമ്മളുടെ 2 വീലേഴ്സിൽ 4 വീലേഴ്സിൽ വരുന്ന ഷോക്ക് അബ്സോർബ്സ് ഇല്ലെങ്കിൽ ഫോർക്കൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള മാനുഫാക്ചറിങ്. അതായത് ഓട്ടോ ആൻസിലറി പ്രൊഡക്ട്സ് ആണ്. അതിനുള്ളിൽ ഈ ഒരു പ്രൊഡക്ട്സിൽ ഇവർ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ആക്സിൽ ഡാമ്പേഴ്സ് അതുപോലെ തന്നെ എയർ സ്പ്രിംഗ് സസ്പെൻഷൻസ് ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതിന്റെ തന്നെ വളരെ ഡിഫറെന്റ് ടൈപ്സ് പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം തന്നെ എന്താ പറയുക ഈ ഷോക്ക് ഇല്ലെങ്കിൽ ഫോക്ക് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് അറിയുന്ന അതുപോലെ തന്നെ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള കമ്പനികളാണ്. ഇതിൽ അശോക് ലൈലാൻഡ്, ബജാജ്, അതുപോലെ തന്നെ ഫോഴ്സ്, ഹോണ്ട. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയുന്ന എല്ലാ കമ്പനികളും ഉണ്ട്. വോൾസ്വാഗൻ, അതുപോലെ തന്നെ TVS, എല്ലാ കമ്പനികൾക്കും തന്നെ ഇവരുടെ ഒരു പ്രൊഡക്ട്സ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ തന്നെ ഇവരുടെ ഒരു കസ്റ്റമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇവരുടെ ഒരു കസ്റ്റമറാണ്, പ്രൊഡക്റ്റിന്റെ കസ്റ്റമറാണ്. ഓക്കെ, അപ്പം നല്ലൊരു കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ 1961 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഓക്കെ, ഇപ്പം ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ ഓക്കെ PDF ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഇതിന്റെ ഫണ്ടമെന്റൽ ബേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗബ്രിയൽ ഇന്ത്യ ഈസ് ദ ഫ്ലാഗ്ഷിപ്പ് കമ്പനി ഓഫ് ആനന്ദ്. അതുപോലെ തന്നെ ലീഡിംഗ് നെയിം ഇൻ ദ ഇന്ത്യൻ ഓട്ടോ component industry established in 1961. The company provides the widest range of ride control products in India, including stock absorbs, struts and front forks across every automotive segment with over 300 products model offered. Okay, അപ്പം 1961 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് വളരെയധികം ഒരു
ബേസ് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 2178 CR ആണ്. ROC ആയാലും ROE ആയാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു റേഷ്യോ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഒരു പി റേഷ്യോ ആയാലും ഒരു ഹൈ പ്രൈസ്ഡ് അല്ല. അതുപോലെ തന്നെ ഒരു സീറോ ഡെബിറ്റ് കമ്പനിയാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇയർലി ഒരു നിയർ 1%-അടുത്ത് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 168 ആണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം 150 ആണ്. ഓക്കെ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഹൈ പ്രൈസിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 160 അബോ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് നല്ലൊരു അപ് ട്രെൻഡ് ഇല്ലെങ്കിൽ ഒരു റാലി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിവിഡൻഡ്, അതുപോലെ തന്നെ ROE, ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസ് കൊണ്ടെല്ലാം തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ 3 ഇയർ പ്രോഫിറ്റ് വേരിയേഷൻ ആയാലും അറൗണ്ട് 15.91 ഉണ്ട്. ഓക്കെ, അപ്പം ബാക്കി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുവാണെങ്കിലും ഗ്രാജുവലി ഒരു ഗ്രോത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ December 18 ലാസ്റ്റ് ക്വാർട്ടർ കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സെയിൽസിൽ ഡൗൺ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ 2017 ഡിസംബർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു രീതിയിൽ ഇല്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ തന്നെ ഒരു ചെറിയൊരു ഹൈക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഇയർ ടു ഇയർ ബേസ് നോക്കുവാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രാജുവൽ ഇൻക്രീസ് നമുക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ പറ്റും. 38, 43, 60, 75, 83, 94. ഇപ്പം ട്രailing 12 months എന്ന് പറയുന്നത് 103 ആണ്. അതുപോലെ തന്നെ അവരുടെ EPS-ലായാലും ഏണിംഗ് പെർ ഷെയറിലായാലും ഗ്രാജുവലി നല്ലൊരു ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ആ ഒരു ഫണ്ടമെന്റലിൽ മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു സ്റ്റോക്കിലും ആ ഒരു ഗ്രോത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ചാർട്ടിൽ. പിന്നെ ഈ പറയുന്ന ക്രാഷ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ആ ഒരു 210 ലെവലിൽ 220 ലെവലിൽ നിന്ന് 150, 140 ലെവലിലോട്ടുള്ള ആ ഒരു മൈനർ ഫാള് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ ഒരു വർഷം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് തന്നെ ഓൾമോസ്റ്റ് 50% താഴോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ഓട്ടോ സെക്ടർ അത്ര പോസിറ്റീവ് അല്ല, ഇല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോ സെക്ടറും കൂടെ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലധികം റിട്ടേൺസ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഇവരുടെ ഒരു സ്റ്റോക്ക് ഹെൽഡ് ബൈ മ്യൂച്വൽ ഫണ്ട്സ് നോക്കുവാണെങ്കിൽ 4 മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി 2019 നമുക്ക് കാണാൻ പറ്റും അവിടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള HDFC സ്മോൾ ക്യാപ് ഫണ്ട്സ്, അതുപോലെ തന്നെ SBI ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്, അതുപോലെ തന്നെ മറ്റ് 2 ഫണ്ടുകളും കൂടെ ഈ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്തതായതുകൊണ്ട് നമുക്കറിയാം അത്ര മോശം കമ്പനി ആകുമ്പോൾ ഒരിക്കലും മ്യൂച്വൽ ഫണ്ട്സ് ഒന്നും ഹോൾഡ് ചെയ്യില്ല. അപ്പം എല്ലാം കൊണ്ടും തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോക്കാണെന്ന് നമുക്കിത് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അനലൈസിസ് നടത്തിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.